ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം ഒരു ബോൾ പോലും എറിയാതെ മഴ മൂലം നഷ്ടപ്പെട്ടപ്പോൾ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം കൊടുത്ത് പ്ലേ ഓഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ക്വാളിഫയർ 1-ൽ അവിടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതോടൊപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ 21-ാം തീയതി ഏറ്റുമുട്ടും. 22-ാം തീയതി രാജസ്ഥാൻ റോയൽസും അതോടൊപ്പം തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ എലിമിനേറ്റർ മത്സരത്തിൽ ഏറ്റുമുട്ടും. ആ മത്സരം നടക്കാൻ പോകുന്ന അഹമ്മദാബാദിലാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ ആർക്കാണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് രാജസ്ഥാൻ റോയൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനുണ്ടെന്ന് പറയണം. ആ ഒരു അഡ്വാൻറ്റേജിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന മത്സരത്തിൽ ചെന്നൈയെ തോൽപ്പിച്ച് മനോഹരമായിട്ടൊരു വിജയവുമായിട്ടാണ് അവിടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഓൾറെഡി ആ ഒരു എലിമിനേറ്റർ കളിക്കാൻ വരുന്നത്. പോരാത്തതിന് ജയിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇതാ ചെന്നൈയെ തോൽപ്പിച്ചവരെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഓരോ മത്സരങ്ങളും എലിമിനേറ്റേഴ്സ് തന്നെയാണ്. കാരണം ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ അവർ പുറത്തായിരുന്നു. അത്രമാത്രം ഒരു മൊമെൻറ്റം കട്ടാകാതെ മൊമെൻറ്റം ഇങ്ങനെ കീപ്പ് ചെയ്താണ് അവർ ഈ ഒരു പ്ലേ ഓഫിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റേതായ ഒരു കോൺഫിഡൻസും ആ ഒരു മൊമെൻറ്റം കട്ടാകാതിൻ്റെ ഒരു അഡ്വാൻറ്റേജും അവിടെ രാജസ്ഥാൻ റോയൽസിനെതിരെ RCBക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ നേരിടാൻ പോകുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ തുടക്കം മുതൽ ഹാഫ് ഓഫ് ദ സീസൺ വരെ മനോഹരമായി കളിച്ചു വന്നത്, എന്നാൽ പിന്നീട് തുടർച്ചയായ തോൽവികളിലൂടെ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പിന്നീട് 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. അവിടെയാണ് അവർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ രാജസ്ഥാൻ റോയൽസ് എന്ന് മാറി പറഞ്ഞു രാജസ്ഥാൻ റോയൽസ് 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. സോ അവിടെ നിന്നാണ് അവരിപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേടാൻ പോകുന്നത്. ദർ ഈസ് നോ മാർജിൻ ഫോർ ഇറേഴ്സ്. അങ്ങനെ തന്നെ ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കുക. എന്നാൽ മറിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരത്തിൽ ചെറിയൊരു ആശ്വാസം തോറ്റാലും അവർക്കുണ്ടാവും. കാരണം അവർക്കൊരു എക്സ്ട്രാ മത്സരം കിട്ടും, അങ്ങനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിരിക്കും ആദ്യ മത്സരങ്ങളിൽ എല്ലാ ടീമുകളും നോക്കുക. അപ്പോൾ എന്തായാലും മഴ എനിക്ക് തോന്നുന്നു മെയ് പകുതിയോടുകൂടി തന്നെ എല്ലായിടത്തേക്കും ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ മഴയുടെ ഭീഷണികൾ ഉണ്ടാകാറുണ്ട്. സോ IPL കുറച്ചുകൂടി നേരത്തെ തീർക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ മഴ മൂലം കുറേ മത്സരങ്ങൾ നഷ്ടപ്പെടുകയില്ലായിരുന്നു. എന്തായാലും ഈ ഒരു സീസണിലും നെറ്റ് റൺ റേറ്റ് ഭയങ്കരമായിട്ട് ഗെയിമിനെ അളന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗെയിമിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓഫ് കോഴ്സ് നെറ്റ് റൺ റേറ്റ് ബാധിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഈ മഴ മൂലം അതിനകത്ത് ചെറിയൊരു അഡ്വാൻറ്റേജ് നെറ്റ് റൺ റേറ്റിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പല ടീമുകളുടെയും ക്വാളിഫിക്കേഷൻ മാത്രമല്ല, പല ടീമുകളുടെയും പ്ലേ ഓഫ് പൊസിഷനിലും ആ ഒരു കാര്യം വന്നിട്ടുണ്ട്. സോ അത് നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് പല ടീമുകളെയും. സോ ഹാഫ് ഓഫ് ദ സീസണിന് മെയ് ഹാഫിന് മുൻപായിട്ട് തന്നെ ഈ ഒരു ഫൈനൽ ഉൾപ്പെടെ തീർക്കുകയാണ് നല്ലത്. കഴിഞ്ഞ സീസണിൽ ആ ഫൈനലൊക്കെ അത്രയും നീണ്ടുപോയത് ആ ഒരു മഴ കാരണമാണ്. നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് പല ടീമുകളെയും. അത് പ്ലേ ഓഫിലേക്ക് വന്ന പൊസിഷനുകളുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.